അങ്ങേയറ്റ പ്രതിഷേധം ജനങ്ങളിൽ ഉളവാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടക്കണം. തെരഞ്ഞെടുപ്പിൽ അക്രമ രീതിയാണ് എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കാറ്. ഇപ്രാവശ്യം പ്രത്യേകിച്ചും ഇടയിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പയ്യന്നൂരിലും CPM-ന്റെ അണികളിലും നേതൃത്വ നിരയിലുമുള്ള വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രതികൂലമാകുമെന്ന് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് അവർ തയ്യാറായിട്ടുള്ളത്. ഇത് കണ്ണൂരിനെ സംബന്ധിച്ച് എത്രയോ കാലം കോൺഗ്രസും ജനാധിപത്യ കക്ഷികളും ഇത് അനുഭവിച്ചതാണ്, അതിനെ ചെറുത്തതാണ്. ജനങ്ങളിത് മനസ്സിലാക്കണം. ഗാന്ധിജിയുടെ പേരിലുള്ള കോൺഗ്രസ് ഓഫീസ് അടിച്ച് തകർക്കുക, ആന കയറിയ കരിമ്പിൻ തോട്ടം എന്ന് പറയാറുണ്ട്. അത് എന്താണ്, അതേ രൂപത്തിലാണ് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ. ഞാനിത് വീഡിയോ കണ്ടപ്പോൾ ഇത്ര രൂക്ഷമാണെന്ന് മനസ്സിലായില്ല. ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന, ഇതെന്താണെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഉദാഹരണമാണ് ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെ CPM ഗുണ്ടകൾ കയറിയ മയിലെ ഗാന്ധി ഭവൻ എന്ന കോൺഗ്രസ് ഓഫീസാണ്. ഇത് പുനർനിർമ്മിക്കും. ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് ചില്ലിക്കാശുകൾ സമാഹരിച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഓഫീസ്, രാഷ്ട്രപിതാവിൻ്റെ പേരിലുള്ള ഈ ഓഫീസ് മനോഹരമായി പുനർനിർമ്മിക്കും. ഈ ഓഫീസ് തകർത്തതുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാമെന്നോ ജനാധിപത്യ കക്ഷികളെ UDF-നെ തകർക്കാമെന്നോ CPM കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഇത്തരം അക്രമങ്ങളെ ചെറുത്തുനിന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഐക്യജനാധിപത്യ മുന്നണി. ഇതിൽ നിന്ന് പിന്തിരിയാൻ ഇത് CPM-ന്റെ പ്രമുഖ നേതാക്കന്മാരുടെ ജില്ല, ഇവിടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലം, അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുന്ന നിയോജക മണ്ഡലം, മുഖ്യമന്ത്രിയുടെ നാട്, അവിടെ ഇങ്ങനെയുള്ള അക്രമങ്ങളെ അവരെ ന്യായീകരിക്കുന്നുണ്ടോ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അക്രമകാരികളെ പിടികൂടണം. കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻറ്റ് ഭാസ്കരൻ്റെ വീടും ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അതിൽ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ഭവനഭേദനം. ക്രിമിനൽ ഇൻറ്റൻഷനോടെ, ലക്ഷ്യത്തോടെ വീട് ആക്രമിക്കുന്നത്, വീട്ടിനകത്ത് കയറി വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ഇവിടെയും വലിയ ഗുണ്ടാ നിരയുണ്ട്. ആയുധങ്ങളുമായി വന്ന ആളുകളാണ് ഇവിടുത്തെ എല്ലാ സാധന സാമഗ്രികളും തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് വീടിന് നേരെയും അക്രമം. ഇതെല്ലാം അങ്ങേയറ്റത്തെ പ്രതിഷേധം ജനങ്ങളിൽ ഉളവാക്കണം. ഇതിനെതിരെ ജനകീയമായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം ഉയർത്തണം. പ്രതിഷേധത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പങ്കുചേരുകയാണ്.